ഡി, നീ എന്താടി കുരങ്ങൻ കുഞ്ഞോ? കട്ടിൽ നിന്നും താഴെ ഇറങ്ങടി എന്ന് അഗ്നി കാറിയതും നമ്മുടെ പാറു വളരെ അനുസരണയോടെ താഴേക്ക് ലാൻഡി. ബട്ട് അതുവഴി മാറി അഗ്നിയുടെ നെഞ്ചത്തോട്ട് തന്നെ കൃത്യമായി വീണു. പെട്ടെന്നുണ്ടായ വീഴ്ചയിൽ അവൻ ബാലൻസ് കിട്ടാതെ ഭൂമിദേവിയെ ഒന്ന് വന്ദിച്ചു. അവൻ്റെ മേലെയായിട്ട് പാർവും. വീഴ്ചയിൽ അവളുടെ ശരീരം അവൻ്റെ മേലെ അമർന്നു. അവളുടെ മൃദുലതയിൽ അവൻ്റെ ശരീരം ചൂട് പിടിച്ചതുപോലെ തോന്നി. അവൾക്ക് തൻ്റെ കുഞ്ഞുമാറിടം അവൻ്റെ വിരിവാർന്ന നെഞ്ചിൽ ഞെരിഞ്ഞമർന്നതും തൻ്റെ അടിവയറ്റിൽ നിന്ന് മഞ്ഞുരുകുന്നതുപോലെ തോന്നി അവൾക്ക്. അവൾ തൻ്റെ വിരലുകളാൽ അവൻ്റെ ഷർട്ട് ചുളിച്ചു. അവൾ തൻ്റെ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കിയതും കണ്ടു അവളെ തന്നെ ഇമവെട്ടാതെ നോക്കുന്ന അഗ്നിയെ. അവൾക്ക് അവൻ്റെ കണ്ണിലെ തിളക്കത്തിൽ സ്വയം നഷ്ടമാകുന്നത് പോലെ തോന്നി. ഇതുവരെ കാണാത്ത എന്തോ ഒരു വികാരം ആ കണ്ണുകളിലുള്ള പോലെ തോന്നി അവൾക്ക്. ഇതേ സമയം അഗ്നി അവളെയും കൊണ്ട് മറിഞ്ഞു. ഇപ്പോൾ അവൾ താഴെയും അവൻ മുകളിലുമായി കിടക്കുന്നു. അവളുടെ വിറയ്ക്കുന്ന ചോര ചുവപ്പാർന്ന ചുണ്ടുകളും പിടയ്ക്കുന്ന കണ്ണുകളും രക്തം ഇരച്ചു കയറിയ തുടുത്ത കവിളുകളും അവനെ മറ്റേതോ ലോകത്ത് എത്തിച്ചു കഴിഞ്ഞിരുന്നു. അവൻ തൻ്റെ വിരലുകൾ അവളുടെ വിരിവാർന്ന നെറ്റിയിൽ വെച്ച് അവളുടെ കണ്ണുകളിൽ നോക്കി. അവളും ഇനി അടുത്തതെന്ത് എന്ന അർത്ഥത്തിൽ അവനെ നോക്കി. അവൻ തൻ്റെ വിരലുകൾ അവളുടെ പുരികക്കൊടികൾക്കിടയിലൂടെ നാസിക വഴി അവളുടെ അധരങ്ങളിൽ എത്തി നിന്നു. അവൻ തൻ്റെ വിരലുകളാൽ അവളുടെ കീഴ്ചുണ്ടിനെ ഒന്ന് ഞെരിച്ചു. ഒരാർത്തനാദം അവളിൽ നിന്നുയർന്നതും അവൻ തന്നെ നഷ്ടമാകുന്നത് പോലെ തോന്നി. അവൻ തൻ്റെ നാവിനാൽ അവളുടെ അധരങ്ങളെ ഒന്ന് തഴുകി. അവൻ്റെ ചൂട് തട്ടിയതും അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവളുടെ കൈ അവൻ്റെ ഷർട്ടിനെ ചുളിച്ചു കഴിഞ്ഞിരുന്നു. അവൻ അവളുടെ ഇരു ഇതളുകളും തൻ്റെ വായിലാക്കി നുണഞ്ഞു. അവളുടെ അധരങ്ങളെ എത്ര നുകർന്നിട്ടും മതിവരാത്തെ അവൻ മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും മാറി മാറി നുണഞ്ഞു. അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ തൻ്റെ അധരങ്ങളെ വിടർത്തിയതും അവൻ തൻ്റെ നാവ് കടത്തി അവളുടെ നാവിനെ ചുറ്റിയെടുത്തു. അവൻ്റെ ഉമിനീരിൻ്റെ ചൂടേറ്റതും അവൾ വില്ലുപോലെ വളഞ്ഞു. അവൻ അവളെ ഇടുപ്പിലൂടെ താഴേക്ക് അമർത്തി പിടിച്ച് ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ തൻ്റെ ഒരു കൈ അവൻ്റെ കഴുത്തിലും മറുകൈ അവൻ്റെ മുടികൾക്കിടയിലൂടെ കടത്തി. അവൻ നൽകുന്ന വികാരച്ചൂടിൽ ശ്വാസം വിലങ്ങി അവൾ തൻ്റെ വിരലുകളെ അവൻ്റെ കഴുത്തിൽ അമർത്തി. അത് മനസ്സിലാക്കിയെന്നവണ്ണം അവൻ അവളുടെ അധരങ്ങളെ മോചിപ്പിച്ചു. അവൾ ആശ്വാസത്തോടെ ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചതും അവൻ തൻ്റെ മുഖം അവളുടെ കഴുത്തിടുക്കിൽ അമർത്തി. അവളിൽ നിന്ന് വമിക്കുന്ന ചന്ദനഗന്ധം അവനെ ഉന്മാദനാക്കി. അവൻ അവളുടെ കഴുത്തിൽ തൻ്റെ നാവിനാലും പല്ലിനാലും ചിത്രപ്പണികൾ ചെയ്തു. അവൻ തൻ്റെ മുഖം താഴേക്ക് ചലിപ്പിച്ച് അവളുടെ മുന്നിലെ ഷർട്ടിൻ്റെ ബട്ടൺസ് കടിച്ചു പൊട്ടിച്ചു. അവളുടെ മാറിടുക്കിൽ തൻ്റെ മുഖം പൂഴ്ത്തി. അവളിൽ നിന്ന് വമിക്കുന്ന ഗന്ധം അവൻ ആസ്വദിച്ചു പോയിരുന്നു ആ നിമിഷം. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൾ അവനെ തള്ളിമാറ്റി ബാത്റൂമിലേക്ക് ഓടി. ഛേ, അവൾ എന്ത് കരുതി കാണും? ഞാനെന്താ അങ്ങനെയൊക്കെ? ഇല്ല, ഇത് വെറും ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നിയ അട്രാക്ഷൻ അല്ല. ഐ റിയലി ലവ് ഹെർ. അതെ, ഞാൻ അവളെ പ്രണയിക്കുന്നു. അവളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ ഞാൻ സ്വയം ഇല്ലാതാകുന്നു. അവളുടെ സ്പർശനം എന്നെ മറ്റേതോ ലോകത്തെത്തിക്കുന്നു. അവളുടെ ഗന്ധം എന്നെ മത്തുപിടിപ്പിക്കുന്നു. അതെ, ഐ ലവ് ഹെർ. ഷീ ഈസ് മൈൻ, സ്ട്രിക്ട്ലി ഓൺലി മൈൻ എന്ന് ഓരോന്ന് ചിന്തിച്ചതും അവൻ്റെ ചുണ്ടിൽ വശ്യമാർന്നൊരു പുഞ്ചിരി മിന്നി. ആരും കൊതിക്കുന്ന ഒരു പുഞ്ചിരി. ഛേ, ഞാനെന്താ സാറിൻ്റെ സ്പർശനത്തിൽ ഇങ്ങനെ? ശരിക്കും ഞാൻ അദ്ദേഹത്തെ പ്രണയിക്കുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ സാമീപ്യം അത്രത്തോളം എന്നിൽ സുരക്ഷിതത്വം സന്തോഷവും നിറയ്ക്കുന്നില്ലേ? യെസ്, ഐ ലവ്സ് ഹിം. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഒരു ചെറുനാണത്തോടെ അവൾ ഫ്രഷ് ആവാനായി തുടങ്ങി. കുറേ നേരം കഴിഞ്ഞിട്ടും പാറുവിനെ കാണാതെ വന്നതും അഗ്നിക്കെന്തോ ടെൻഷൻ തോന്നി. അവന് ഡോറിൽ മുട്ടാൻ തുടങ്ങി. ശിവ, നീ എന്തെടുക്കുക? കഴിഞ്ഞില്ലേ? ശിവ എന്നവൻ ഉറക്കെ വിളിച്ചതും, ആ സാർ, അതെ, അത് പിന്നെ എൻ്റെ ഡ്രസ്സ് വെള്ളത്തിൽ വീണു, അതാ ഞാൻ എന്നവൾ വിക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ വേഗം അവൻ്റെ ഒരു ഷർട്ട് എടുത്ത് ഡോറിൻ്റെ അടുത്തേക്ക് പോയി. ശിവ, ദാ ഇതിട്ടോ എന്ന് പറഞ്ഞ് ഡോറ് മുട്ടിയതും അവൾ പകുതി മാത്രം തുറന്ന് കൈ വെളിയിലേക്കിട്ട് അത് വാങ്ങി. അഗ്നി വേഗം താഴേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ തുടങ്ങി. അവൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ടേബിളിൽ കൊടുന്ന് വെച്ചപ്പോഴാണ് പാറു സ്റ്റെയർ ഇറങ്ങി വരുന്നത്. അവൻ അവളെ കണ്ടതും ഒരു നിമിഷം സ്റ്റെക്കായി പോയി. അവൻ നൽകിയ ബ്ലാക്ക് കളർ ഷർട്ടിൽ അവൾ അതിയായ സുന്ദരിയായിരുന്നു. മുട്ടുവരെ ഇറക്കമുള്ള ഡ്രസ്സ് അവൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ താഴേക്ക് വലിച്ചായിരുന്നു അവളുടെ നടത്തം. അവൾ അടുത്തേക്ക് വന്നതും അവൻ തൻ്റെ ചിന്തകൾക്ക് വിരാമമിട്ടു. അപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. ശിവ, താൻ നന്ദുവിനെ ഫോൺ ചെയ്ത് ഇന്ന് രാവിലെ താൻ അവിടെ നിന്നും ഇറങ്ങിയെന്നും ഇന്ന് വരാൻ അല്പം വൈകുമെന്നും പറഞ്ഞേക്ക് എന്നവൻ പറഞ്ഞതും, അയ്യോ അത് പറ്റില്ല, എനിക്കിന്ന് ക്ലാസ് ഉള്ളതാ. ഞാൻ നിന്നോട് പറയുമോ എന്നല്ല ചോദിച്ചത്, പറയാനാണ് പറഞ്ഞത്. അല്ല, നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ?
എന്നും ചോദിച്ച് അവൾക്ക് നേരെ വന്ന് ഒരു സൈറ്റും അടിച്ച് അവൻ ഫോണുമായി പുറത്തേക്ക് പോയി. ബ്രെഡ് റോസ്റ്റും ഓംലെറ്റുമായിരുന്നു അഗ്നി ഉണ്ടാക്കിയിരുന്നത്. അവൾ അതിൽ നിന്നും ഒന്നെടുത്ത് കഴിച്ച് റൂമിലേക്ക് പോയി. പുറത്ത് നല്ല മഴച്ചാറ്റൽ തുടങ്ങിയതും അവൻ അകത്തേക്ക് കയറി. അവിടെ പാറുവിനെ കണ്ടുകൊണ്ട് പരതി ഫോൺ ചെയ്തുകൊണ്ടേയിരുന്നു. അവൾ റൂമിലേക്ക് പോയി എന്നറിഞ്ഞതും അവൻ ഓഫീസ് റൂമിലേക്ക് കയറി ഫയൽ ചെക്ക് ചെയ്യാനായി തുടങ്ങി. ഇതേ സമയം മുകളിൽ പാറു നന്ദുവിനെ കോൾ ചെയ്തു. ഹലോ ഡി നന്ദു, ഇത് ഞാനാ. ഭാ ഏരപ്പേ, എവിടെ പോയി കിടക്കുമായിരുന്നടി ഇത്രയും സമയം നീ? ഇന്നലെ രാത്രി ഇങ്ങോട്ട് എഴുന്നള്ളാമെന്ന് പറഞ്ഞിട്ട് അവളിപ്പോൾ കോൾ ചെയ്യുന്നു. നന്ദു വിത്ത് കലിപ്പ്. ഞാൻ നിനക്ക് ഇന്നലെ രാത്രി എത്ര തവണ വിളിച്ചടി, എന്നിട്ട് നീ കോൾ എടുത്തോ? എന്നിട്ട് അവളുടെ ഒരു ഡയലോഗ് അടിക്കുന്നു എന്ന് പാറു പറഞ്ഞപ്പോഴാണ് നന്ദു കോൾ ലിസ്റ്റ് നോക്കിയത്. അതിൽ അവിടെ മിസ്ഡ് കോൾ കണ്ടു. ചോറിടി, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതും ആയിക്കോട്ടെ, ഞാനിപ്പോൾ വിളിച്ചത് എന്താന്നാ, ഞാൻ വീട്ടിൽ നിന്നും രാവിലെ തന്നെ ഇറങ്ങി. നിന്നെ ഒരുപാട് വിളിച്ചു, പക്ഷെ കിട്ടണ്ടേ. എന്തായാലും ഞാൻ ഇന്ന് വൈകിയേ വരൂ, നീ കോളേജിലേക്ക് പൊക്കോ എന്ന് പാറു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞതും ഡി അതിന് നീ എങ്ങോട്ടാ പോകുന്നേ? അതൊക്കെ ഞാൻ പിന്നീട് പറയാം എന്നും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാക്കാതെ കോൾ കട്ട് ചെയ്തു. ഡി ഹലോ, ഇവൾ കോൾ കട്ട് ചെയ്തോ? സംതിങ് ഫിഷി. ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് നന്ദു ഫോൺ കട്ടിലേക്ക് എറിഞ്ഞ് കുളിക്കാനായി പോയി. ഹാവു, ഇപ്പോൾ സമാധാനമായി. എന്നാലും അവൾ വിശ്വസിച്ചിട്ടുണ്ടാവുമോ? എന്തായാലും എൻ്റെ നന്ദു അല്ലേ, അവളെ ആർക്കും എളുപ്പം പറ്റിക്കാം. പിന്നെയാണോ ഈ എനിക്ക് എന്ന് പറഞ്ഞ് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. മെയിൽ ചെക്ക് ചെയ്ത് ഇരിക്കുമ്പോഴാണ് അഗ്നിയുടെ ഫോൺ റിങ് ചെയ്തത്. നോക്കിയപ്പോൾ ആദി. ഹലോ ആദി, പറയടാ. ഡാ നീ ഇന്ന് എവിടെയാ? പാറു ഇന്ന് കോളേജിൽ പോയില്ല. അത് നീ എങ്ങനെ അറിഞ്ഞു? നിനക്കിന്ന് ഡ്യൂട്ടി ഇല്ലേ? അത് പിന്നെ ഞാൻ ഓൺ വർക്കിൽ തന്നെയാ. പിന്നെ അത് ആദി കിടന്ന് തപ്പിക്കളിച്ചു. കിടന്ന് വിൽക്കാതെ നന്ദു പറഞ്ഞെന്ന് പറയടാ, അഗ്നി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഡാ നീ എങ്ങനെ ഇതറിഞ്ഞു? ഞാൻ അവളോട് തന്നെ ഇന്നലെയാ പറഞ്ഞേ. അപ്പം സംഭവം സത്യം തന്നെയാണല്ലേ? ഞാൻ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതാ. പിന്നെ അവളെ കാണുമ്പോൾ വോൾട്ടേജ് കൂടുന്ന നിന്റെ കണ്ണിൻ്റെ തിളക്കവും ഒക്കെ വെച്ച് പെണ്ണ് നന്ദു ആണെന്ന് ഞാനങ്ങ് ഊഹിച്ചു. അഗ്നി ഒരു ചിരിയോടെ ആദിയോടായി പറഞ്ഞു. ഓഹോ, അപ്പോൾ എന്നിൽ നിന്ന് സത്യം ചോർത്തിയതാണല്ലേ? അതെ. നിന്റെ ബുദ്ധിയുടെ അളവ് വെച്ച് നീ എങ്ങനെയൊക്കെയാടാ പോലീസായത്? ഓക്കെ ശരി, എനിക്ക് ബുദ്ധിയില്ല, സമ്മതിച്ചു. പക്ഷേ നീ എന്താ ഇന്ന് നിന്റെ ഭാര്യയെ കോളേജിൽ വിടാഞ്ഞത്? അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടടാ? അവസാനം അവൻ കുറച്ച് കാര്യത്തിൽ തിരക്കി. അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു. കുഴപ്പം ഇപ്പോൾ അവൾക്കല്ലടാ, ഈ എനിക്കാ. നിനക്ക് അതിനെന്താ കുഴപ്പം? നിനക്കുണ്ടായ അതേ കുഴപ്പം തന്നെ എന്ന് അഗ്നി പറഞ്ഞതും ഒന്ന് തെളിച്ച് പറയടാ പുല്ലേ. ആദ്യം വിത്ത് കലിപ്പ്. അത് കേട്ട് അഗ്നി ഒന്ന് ചിരിച്ചു. ഡാ എനിക്ക് നിങ്ങളുടെ പാറു കൊച്ചിനോട് പ്രണയമെന്ന് അവളെ ഏതു നേരവും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അഗ്നി വിത്ത് നിഷ്കുഭാവം. അയ്യോ, എന്താ ഒരു നിഷ്കളങ്കത! ഇതെനിക്ക് മുമ്പേ മനസ്സിലായതാണ്. പിന്നെ ഇത് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കാതെ അവളോട് ചെന്ന് പറയടാ പൊട്ട, എന്നാലല്ലേ അവൾ അറിയുകയുള്ളൂ. ഡാ അവളോട് പറയണമെന്ന് കരുതുമ്പോൾ തന്നെ ദേഹം കുഴഞ്ഞ് വാക്ക് തൊണ്ടയിൽ നിന്ന് വരുന്നില്ല എന്ന് അഗ്നി പറഞ്ഞതും ആദ്യ കിടന്ന് ചിരിക്കുന്ന ശബ്ദം അവൻ ഫോണിലൂടെ കേട്ടു. ഡാ കിടന്ന് ചിരിക്കാതെ, ആ നന്ദുവിൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ നിന്റെ ഈ ചിരി അവൾ അവസാനിപ്പിച്ചോളും എന്ന് പറഞ്ഞ് അഗ്നി ഫോൺ കട്ട് ചെയ്തിരുന്നു. അല്ലെങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു അഗ്നി, പാറുവിനെ നിന്നെ മാറ്റാൻ കഴിയൂ. അവളിലൂടെ നീ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് കണ്ണടച്ചു. അല്ല, അവസാനം പറഞ്ഞതിൽ എന്തോ ഒരു ഉൾക്കുത്തലില്ലേ? ഏയ്, എനിക്ക് തോന്നിയതായിരിക്കും. എൻ്റെ പെണ്ണ് പാവല്ലേ എന്നും പറഞ്ഞ് ആദി അവളുടെ ഫോട്ടോ നോക്കിയിരുന്നു. ഇതേ സമയം അവളെ തിരിഞ്ഞ് റൂമിലേക്ക് പോയതായിരുന്നു അഗ്നി. അവളെ കാണാതെ വന്നപ്പോൾ ബാത്റൂമിലാവുമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോയി നോക്കിയെങ്കിലും അവൾ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നത് അവൻ കണ്ടത്. അങ്ങോട്ട് പോയി നോക്കിയ അവൻ സ്വയം നഷ്ടമാവുന്നത് പോലെ തോന്നി. ബാൽക്കണിയിലിറങ്ങി പാറു ചുറ്റുമൊന്ന് വീക്ഷിച്ചു. അപ്പോഴാണ് ശരിക്കും അവൾ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. ഒരു സൈഡിൽ നിറയെ പൂക്കളും അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് അക്വേറിയവും പിന്നെ അതിൻ്റെ മറു സൈഡിൽ ഒരു ബെഡ് പോലെയുള്ള ഒരു സെറ്റിയും. ആകെ മൊത്തം ഒരു പോസിറ്റീവ് ഫീൽ തരുന്നത് പോലെ തോന്നി പാറുവിന്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മൊത്തം ഓപ്പൺ ഏരിയ ആയിരുന്നു. അവൾ സന്തോഷത്തോടെ നോക്കി നിന്നു. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾ അവിടേക്ക് പോയി നിന്നു. പക്ഷേ തുടക്കത്തിൽ ചാറ്റലായിരുന്ന മഴ ഒടുക്കം തൻ്റെ പ്രണയിനിയെ അതിതീവ്രമായി ചുംബിക്കാൻ തുടങ്ങി. ആ പ്രണയത്തിൽ അലിഞ്ഞ് അവളും നിന്നു. അപ്പോൾ അവൾ സർവ്വതും വിസ്മരിച്ചിട്ട് പാറൂട്ടിയായിരുന്നു. തൻ്റെ അമ്മയുടെ മാറിൽ പറ്റിയിരിക്കുന്ന പെണ്ണ്. അവൾ അപ്പോഴുള്ള സ്ഥലം, അവളുടെ വേഷം ഒന്നും അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അവൾ അവളുടെ അമ്മയുടെ ഓർമ്മകളിൽ മാത്രമായി ചുരുങ്ങിപ്പോയിരുന്നു. അവൾക്ക് വല്ലാത്ത വിഷമം.
താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം ഉണ്ടായിരുന്നു. എന്നാൽ മഴയിൽ നനഞ്ഞ് തൻ്റെ ഷർട്ട് ദേഹത്തോട് പറ്റിപ്പിടിക്കുന്ന പാറുവിനെ കണ്ടതും പെട്ടെന്നൊരു ഇടിവെട്ടിയതും അവൾ നെട്ടിക്കൊണ്ട് തൻ്റെ ഓർമ്മകളിൽ നിന്നും മുക്തയായി. അപ്പോഴാണ് അവൾ തൻ്റെ നനഞ്ഞൊട്ടി നിൽക്കുന്ന വസ്ത്രം ശ്രദ്ധിച്ചത്. ഹലോ, എന്താ ഈ മഴയത്ത് പരിപാടി? അഗ്നി പാറുവിനോടായി ചോദിച്ചു. എന്നാൽ അവൾ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഒരുവിധ കൺട്രോൾ കൊണ്ട് നിൽക്കുക, അതിൻ്റെ ഇടയ്ക്ക് നീ ഇമാതിരി പ്രകടനം ഒന്ന് കാഴ്ചവെക്കല്ലേ എൻ്റെ ശിവ എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുക്കലേക്ക് നിന്നതും അവൾ ഒരു ചിരി വരുത്തി. തൻ്റെ ദേഹം കൈകൊണ്ട് മറക്കാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ അഗ്നി അവളുടെ കലങ്ങിയ കണ്ണുകളിൽ കുടുങ്ങി നിൽക്കുകയായിരുന്നു. നീ ഇപ്പോൾ കരഞ്ഞായിരുന്നോ ശിവ എന്നവൻ ഉറക്കെ ചോദിച്ചതും അവൾ ഒന്ന് പതറിയെങ്കിലും അത് വിദഗ്ധമായി മറച്ചുവെച്ചു. ഒരു ചിരിയോടെ മുഖംമൂടി അണിഞ്ഞു. ഞാനോ, അത് സാറിന് തോന്നിയതാവും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മുന്നോട്ട് നടന്നു. എന്നാൽ ഇതേ സമയം അഗ്നി അവളെ കയ്യിൽ വലിച്ച് അവനോട് അടുപ്പിച്ചു. സത്യം പറ ശിവ, നീ ഇപ്പോൾ കരഞ്ഞിരുന്നോ? ഐ ക്യാൻ ഫീൽ ഇറ്റ് ഇൻ യുവർ ഐസ്. നിനക്ക് കരയണമെന്ന് തോന്നുകയാണെങ്കിൽ നീ കരഞ്ഞോ, എത്ര വേണമെങ്കിലും. പക്ഷേ നിന്റെ കരച്ചിൽ അത് എൻ്റെ മുന്നിൽ മാത്രം മതി. എൻ്റെ പെണ്ണിൻ്റെ കണ്ണുനീര് അത് എനിക്ക് മാത്രം മതി. അവളിലുള്ളത് എന്തുമാകട്ടെ അത് എൻ്റേത് മാത്രമാണ്, എൻ്റേത് മാത്രം എന്നവൻ പറഞ്ഞു നിർത്തിയതും പാറു ഒരു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു കരഞ്ഞു. എന്താ ശിവ, എന്താ പറ്റിയത് നിനക്ക്? ഇവിടെ നിൽക്കാൻ പറഞ്ഞതുകൊണ്ടാണോ എന്നവൻ വിക്കി വിക്കി ചോദിച്ചതും അവൾ തല ഉയർത്തി അവനെ നോക്കി. ഇനി ഇങ്ങനെ ഒരു വാക്കുപോലും നിങ്ങൾ പറയരുത്. ശരിയാണ്, ഞാൻ കരഞ്ഞു. പക്ഷേ അത് എൻ്റെ അമ്മയെക്കുറിച്ച്, എൻ്റെ വിധിയെക്കുറിച്ച് ഓർത്തു മാത്രമാണ്. ആ വിധിയിൽ നിനക്ക് ഒരു നഷ്ടം കൂടെ തരാനിരിക്കുന്ന ആളല്ലേ ഞാൻ. അപ്പോൾ ആ നിലയ്ക്ക് അഗ്നി വിക്കിക്കൊണ്ട് അവളോടായി ചോദിച്ചു. ശരിയായിരിക്കാം നിങ്ങൾ പറയുന്നത്. പക്ഷേ എന്ന് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി ചാർത്തി എൻ്റെ സീമന്തരേഖ ചുവപ്പിച്ചോ അന്ന് മുതൽ നിങ്ങൾ എൻ്റെ പാതിയാണ്, എന്നിലെല്ലാ അധികാരവും ഉള്ള ആള്. ആ നിലക്ക് നിങ്ങളുടെ ഒരു അംശം എന്നിൽ ഉണ്ടാകുന്നത് വരെ മാത്രം നിങ്ങൾ എന്നെ കൂടെ കൂട്ടിയാലും ഈ ജീവിതകാലം മുഴുവൻ ദേ ഇത് എൻ്റെ കൂടെ കാണും. അത്രയ്ക്കും ഞാൻ ഇതിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ തൻ്റെ താലിയിൽ മുറുക്കെ പിടിച്ചു. അപ്പോൾ താലിയെ മാത്രമേ ഉള്ളോ, അതോ അത് അണിയിച്ച ആളെയും ഇഷ്ടമാണോ എന്നവൻ ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചതും രണ്ടും എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. ഇല്ല പെണ്ണെ, നിനക്കിനി എന്നിൽ നിന്ന് ഒരു മടക്കമില്ല. നിന്നെ എനിക്ക് വേണം, എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നെ സഹിക്കാൻ എന്നവൻ മനസ്സിലായി കരുതി.